ഡിസംബർ 2026 നമ്മുടെ ഷോർട്ട് ടേം ബാച്ച് ഇപ്പോൾ അഡ്മിഷൻസ് ഓൺഗോയിങ് ആണ്. നിങ്ങൾക്ക് ആദ്യമേ തന്നെ പഠിച്ച് തുടങ്ങണമെന്നുണ്ടെങ്കിൽ വളരെ എത്രയും നേരത്തെ പഠിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ജൂൺ ബാച്ചിലേക്കുള്ള അഡ്മിഷനും ആരംഭിക്കുന്ന വിവരം ഇപ്പോഴേ അറിയിക്കുന്നു. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ഏതാണ്ട് 30% ഓഫും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഓഫറോട് കൂടി നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് CSIR ഫിസിക്സ് പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് സഹായകമാകുന്ന രീതിയിലുള്ള ഒരു വീഡിയോയാണിത്. അപ്പോൾ ഇനി ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവരാണെങ്കിലും എഴുതി തഴക്കം വന്നവരാണെങ്കിലും ശരി, ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ CSIR ഫിസിക്സ് പരീക്ഷയ്ക്ക് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവും വേണ്ട. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. നമ്മൾ CSIR ഫിസിക്സ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഇറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിയിരിക്കണം. നമ്മൾ സാധാരണ PG പരീക്ഷയ്ക്ക് പോകുന്ന ലാഘവത്തോടെയോ സാധാരണ ഒരു മത്സര പരീക്ഷയ്ക്ക് പോകുന്ന ഒരു ബുദ്ധിയോടെയോ നമ്മൾ സമീപിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു പരീക്ഷയല്ല CSIR നെറ്റ് ഫിസിക്സ് പരീക്ഷ എന്ന് പറയുന്നത്. ഈസ് വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാംസ്, PG ലെവൽ എക്സാംസ് ഇൻ ഇന്ത്യ. സോ അപ്പം PG ലെവലിൽ വൺ ഓഫ് ദി ടഫസ്റ്റ്. അപ്പോൾ മാത്തമാറ്റിക്സ്, ഫിസിക്സ് ഈ രണ്ട് സബ്ജക്റ്റുകളും PG ലെവലിൽ പരീക്ഷകളിൽ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള പരീക്ഷകളൊന്നാണ്. നമ്മൾ ഫിസിക്സുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിൽ 1 കറക്റ്റ് ആൻസർ എന്നുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ട്. മാത്തമാറ്റിക്സുകാർക്ക് ആ ഭാഗ്യം ഇപ്പോഴും ഇല്ല. അവർക്ക് മോർ ദാൻ 1 കറക്റ്റ് ആൻസറാണ്. അപ്പോൾ മോർ ദാൻ 1 കറക്റ്റ് ആൻസർ എല്ലാം ശരിയാണെങ്കിൽ മാത്രമേ അവർക്ക് മാർക്ക് കിട്ടുള്ളൂ. നമ്മളെ സംബന്ധിച്ച് അതെങ്കിലും ഒരു ഭാഗ്യമാണ്. 1 കറക്റ്റ് ആൻസർ, ഒരു ചോദ്യത്തിന് ഒറ്റ കറക്റ്റ് ആൻസറേ നമുക്കുള്ളൂ. അപ്പം കറക്റ്റ് ആൻസർ എന്ന് പറയുന്നതിൽ ഉപരി ബെസ്റ്റ് ആൻസർ, ഒറ്റ ബെസ്റ്റ് ആൻസറേ നമുക്കുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് CSIRന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതെല്ലാം എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് വളരെ ചുരുങ്ങി സംസാരിക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇത് വളരെ എന്താണ് CSIR നെറ്റ് ഫിസിക്സ് എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് ആൻഡ് വാട്ട് ആർ ദി ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ ക്വാളിഫൈയിങ് JRF ലെക്ചർഷിപ്പ് PhD അഡ്മിഷൻസ്. അപ്പോൾ ആദ്യമേ ഞാൻ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്, അതുതന്നെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസും. നിങ്ങൾക്കറിയാം CSIR ഫിസിക്സ് പരീക്ഷ പാസ്സാകുന്നവർക്ക് 3 കാറ്റഗറിയിലായിട്ടാണ് അവരുടെ ക്വാളിഫിക്കേഷൻസ് വരുന്നത്. ക്വാളിഫൈഡ് ആയിട്ടുള്ള കാറ്റഗറീസ് 3 എണ്ണമാണ്. PhD അഡ്മിഷൻസ് ഒൺലി, പിന്നെ ലെക്ചർഷിപ്പിൻ്റെ എലിജിബിലിറ്റി, പിന്നെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഭാഗ്യപ്പെട്ടവർ JRFകാർ തന്നെയാണ്. കാരണം ഇപ്പോൾ JRFിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 37,000 ആണ് അല്ലേ. മാസം 37,000 രൂപ JRF എമൗണ്ടായിട്ട് തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായി കിട്ടും. ഒരു താമസവും ഇല്ല. അവരുടെ PhD രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ മാസം മുതൽ അവർക്ക് കൃത്യമായി അവരുടെ അക്കൗണ്ടിലേക്ക് JRFിൻ്റെ തുക എത്തുന്നതാണ്. 37,000 രൂപ. അപ്പോൾ നമ്മൾ സാധാരണ നോക്കുമ്പോൾ നമ്മുടെ ഒരു സർക്കാർ ജോലിക്കാർക്ക് കിട്ടുന്ന ഒരു ശമ്പളത്തിന് തുല്യമായിട്ടുള്ള ഒരു തുക, തുടക്കത്തിലെ സർക്കാർ ജോലിക്കാർക്ക് കിട്ടുന്ന ബേസിക് പേയുടെ തുല്യമായിട്ടുള്ള തുക നമുക്ക് കിട്ടും. അത് 37,000 രൂപ. പിന്നെ നമുക്ക് വരുന്നത് HRA നമുക്ക് എലിജിബിൾ ആണെങ്കിൽ കിട്ടും. 25% വരെ, നമ്മുടെ 37,000-ൻ്റെ 25% വരെ നമുക്ക് HRA ആയിട്ട്, അത് നമ്മുടെ സിറ്റീസിൻ്റെ ടയർ അനുസരിച്ച് XYZ 3 ടയർ സിറ്റീസാണ് നമുക്കുള്ളത് ഇന്ത്യയിൽ. അപ്പോൾ ആ കാറ്റഗറി അനുസരിച്ച് നമുക്ക് കിട്ടും. എന്തായാലും കുറഞ്ഞത് 15%, കൂടിയത് 25% നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഒരു ഏകദേശം നോക്കുമ്പോൾ ഒരു 45,000-നും 50,000-നും ഇടയിൽ നമുക്ക് നമ്മുടെ തുക മാസം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും JRFന് ആദ്യത്തെ 2 വർഷം. പിന്നെ രണ്ടാം വർഷം കഴിയുമ്പോൾ മുതൽ ആദ്യത്തെ മാസം മുതൽ, 2ാം വർഷം കഴിഞ്ഞ് ആദ്യത്തെ മാസം മുതൽ നമുക്ക് ഈ 37,000 എന്നുള്ളത് 42,000-വും അതിന് ആനുപാതികമായിട്ടുള്ള വർധനവ് HRAയിലും കണ്ടിജൻസി ഗ്രാൻറ്റിലും നമുക്ക് കിട്ടും. അപ്പം കണ്ടിജൻസി ഗ്രാൻറ്റ് വർഷം 25,000 രൂപയാണ് CSIR JRFന്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം 25,000 രൂപ പ്ലസ് ബാക്കി അലവൻസും എല്ലാം കൂടെ കൂടുമ്പോൾ നമുക്ക് എന്തായാലും 55,000 രൂപയിലധികം നമുക്ക് SRF പീരീഡിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷക്കാലം പരീക്ഷ ഒന്ന് പാസ്സാകാൻ കഷ്ടപ്പെട്ട് പഠിച്ചാൽ
തുടർന്ന് വരുന്ന 5 വർഷക്കാലം ജീവിതം സെറ്റാകാനുള്ള ഒരു തുക നമുക്ക് സർക്കാർ തരും. റിസർച്ച് ചെയ്യണം, റിസർച്ചിന് പ്രോഗ്രസ് ഉണ്ടാവണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറെ. അത് നമ്മളെന്തായാലും ഈ ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ സ്വാഭാവികമായും റിസർച്ച് അല്ലെങ്കിൽ ടീച്ചിങ് ആണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ റിസർച്ച് സ്വാഭാവികമായിട്ടും ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ശമ്പളം എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന തുകയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ജീവിതം കരുപ്പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് CSIR ഫിസിക്സ് പരീക്ഷ. JRF കൂടി പാസ്സായാൽ, എന്നിട്ട് JRFന് ശേഷം നിങ്ങൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടും. റിസർച്ച് കഴിഞ്ഞാൽ റിസർച്ച് അസോസിയേറ്റ് ആയിട്ടും PDF ആയിട്ടും പിന്നെ കോളേജ് ലെക്ചറേഴ്സായിട്ടും സയൻറ്റിസ്റ്റുകളായിട്ടും കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുറഞ്ഞ നാളത്തെ കഷ്ടപ്പാട് കൊണ്ട് കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഒരു എക്സാം തന്നെയാണിത്. സോ അതുകൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടാൻ ഒരു മടിയും കാണിക്കേണ്ട. നമ്മുടെ ജീവിതം മാറുന്ന അല്ലെങ്കിൽ ജീവിതം പാടെ മറിയുന്ന ഒരു കാൽവെപ്പ് തന്നെയാണ് CSIR ഫിസിക്സ് പരീക്ഷയ്ക്ക് പാസ്സാവുക എന്നുള്ളത്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ പാസ്സായി വന്ന ഒരാൾ, JRF കൂടി പാസ്സായി. അപ്പോൾ അത് എൻ്റെ ലൈഫിൻ്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ ആ JRF തന്നെയാണ്. അതിനുശേഷം ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ കുറേ അധികമാണ്. അതുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ എല്ലാം സംഭവിച്ചതും റിസർച്ചും അത് കഴിഞ്ഞുള്ള ജോലികളും കോളേജിൽ പഠിപ്പിക്കുന്നതും എല്ലാ കാര്യങ്ങളും ഇതിനോടനുബന്ധിച്ച് എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ചാൽ സാധാരണ നമ്മളിപ്പോൾ ആ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പോൾ കഷ്ടപ്പെട്ടാൽ പിന്നീട് സൗഭാഗ്യം. പക്ഷേ എന്നാലും ഇപ്പോഴും അത് വാലിഡ് ആയിട്ടുള്ളത് ഈ CSIRനെ സംബന്ധിച്ചാണ്. നിങ്ങളിപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിതം സെറ്റാക്കാൻ പറ്റുന്ന എക്സാം തന്നെയാണ്. സോ ഇതാണ് നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ. ആദ്യമായിട്ട് എഴുതുന്നവർക്ക് ഇത് പുതുമയായിരിക്കും. നമുക്ക് 3 പാർട്ടുകളായിട്ടാണ്, പാർട്ട് A, B ആൻഡ് C, 3 കൂടി ഒറ്റ എക്സാമാണ് കേട്ടോ. പാർട്ട് A ഈസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, 30 മാർക്കിൻ്റെ ജനറൽ ആപ്റ്റിറ്റ്യൂഡാണ്. പാർട്ട് B നമ്മുടെ സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്, സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്, അത് 70 മാർക്കിനുണ്ട്. പിന്നെ പാർട്ട് C അനലിറ്റിക്കൽ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അത് കുറച്ചുകൂടി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് C, അത് 100 മാർക്കിന്. അപ്പോൾ A ആൻഡ് B കമ്പൈൻഡ് 100 മാർക്കും C തന്നെ 100 മാർക്കുമാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ക്രൂഷ്യലായിട്ട് വരുന്നത് നമ്മുടെ പാർട്ട് C ആണ്. പാർട്ട് C നിങ്ങൾ നന്നായിട്ട് ചെയ്താൽ പാർട്ട് Cക്ക് നിങ്ങൾക്ക് ഒരു 55 മാർക്കിന് മുകളിൽ ഒരു 60 മാർക്ക് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് പാർട്ട് Aയിലും Bയിലും ഒരു ബാക്കി ഒരു 40 മാർക്ക് 45 മാർക്കും കൂടി കിട്ടിയാൽ, അല്ലെ ഒരു 50 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ട് JRF കിട്ടും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. നമുക്കിപ്പോൾ JRF ഒരു 110-115 റേഞ്ചൊക്കെ വരുന്നുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 90 മാർക്കിനായിരുന്നു JRF, 90 മാർക്കിന് മുകളിൽ JRF അങ്ങനെയൊക്കെയായിരുന്നു പോകുന്നത്. 70 മാർക്ക് നെറ്റ്, 70 to 90 നെറ്റുകളും പിന്നെ 90 എബവ് JRFുമായിരുന്നു. ഇപ്പോൾ ഒരു 100 മാർക്കിന് മുകളിൽ കിട്ടുന്ന ഒരാൾ എന്തായാലും റാങ്കിലും 100-നുള്ളിൽ വരുമായിരുന്നു. അങ്ങനെയായിരുന്നു 2017 ഞാൻ JRF പാസ്സായ സമയത്ത് ഉള്ള ഒരു കാര്യം. ഞാൻ JRF പാസ്സായപ്പോൾ എനിക്ക് 63ാമത്തെ റാങ്ക് എനിക്ക് കിട്ടി. അപ്പോൾ അത് എനിക്ക് 107 മാർക്കാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ 107 മാർക്കിൽ ഞാൻ 63ാമതെത്തി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് 107 മാർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റാണ് ഇപ്പോൾ കിട്ടുന്നത്. കാരണം ഇപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ നിലവാരം ക്വാളിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, കാഠിന്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ക്വാളിറ്റി അല്ല, കാഠിന്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. 2015 മുതൽ 2020 വരെ ഇതിൻ്റെ ഡിഫിക്കൽട്ടി ലെവല് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു. പിന്നെ 2020 ശേഷം ഡിഫിക്കൽട്ടി ലെവൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ കുറച്ച് കുറഞ്ഞ് നിൽക്കുന്ന സമയമാണ്. നിങ്ങൾക്കൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു എക്സാം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു 115 മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ ഉറപ്പായിട്ടും JRF ലെവലിൽ നിങ്ങൾക്ക് എത്താനും പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ പരീക്ഷ. ഇപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് ആണ്, 25% നെഗറ്റീവ് മാർക്കാണ് എല്ലാ പാർട്ടിനും ഉള്ളത്. അപ്പോൾ പാർട്ട് Aക്ക് 1 മാർക്ക്, പാർട്ട് Bക്ക് 3.5 മാർക്ക്, പാർട്ട് Cക്ക് 5 മാർക്ക്, അങ്ങനെയാണ് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ. ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ദെൻ പാർട്ട് A ഇത് 20 ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. 20 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ജനറൽ സയൻസ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് റീസണിംഗ് ഉണ്ട്, അനാലിസിസ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ഈ 4 കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക.
അപ്പോൾ ഈ 4 കാര്യങ്ങളെ സംബന്ധിച്ചും നമുക്ക് അറിവ് ഉണ്ടാവുകയും വേണം. പാർട്ട് എ നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയുമില്ല. കാരണം ഞാൻ ഒരു തവണ പരീക്ഷ എഴുതിയ സമയത്ത് എനിക്ക് 1.5 മാർക്കിന് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ പോയ ആ സമയത്ത് എനിക്ക് പാർട്ട് എക്ക് എനിക്ക് മാർക്ക് തീരെ കുറവായിരുന്നു. അപ്പോൾ പാർട്ട് എ എന്ന് പറയുന്നത് നമ്മുടെ റാങ്ക് ഡിസൈഡിങ് ആയിട്ടുള്ള സാധനമാണ്. പാർട്ട് ബി ആൻഡ് സി മിക്കവരും പഠിക്കും, വളരെ ആഴത്തിൽ നമ്മൾ പഠിക്കും. പാർട്ട് എ ഉഴപ്പി പഠിക്കും. അപ്പോൾ ഉഴപ്പി പഠിക്കുന്ന പാർട്ട് എയിൽ നിന്നായിരിക്കും നമ്മുടെ മാർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത. അല്ലെങ്കിൽ ആ കിട്ടുന്ന 1 മാർക്കായിരിക്കും നമ്മൾ JRF ആണോ നെറ്റാണോ, അല്ലെങ്കിൽ നെറ്റാണോ PhD ഉള്ളിയാണോ, അല്ലെങ്കിൽ PhD ഉള്ളിയാണോ ഒന്നുമില്ലയോ എന്നുള്ള കാര്യത്തിൽ ഡിസൈഡിങ് ആയിട്ടുള്ള ഫാക്ടറായിട്ട് വരുന്നത്. അതുകൊണ്ട് പാർട്ട് എ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. ആദ്യം മുതൽ തന്നെ ഒരു നിശ്ചിത സമയം പാർട്ട് എ പഠിക്കാനായിട്ടും അതിന് വേണ്ടി പ്രിപ്പറേഷനും അതിൻ്റെ പ്രാക്ടീസിനും വേണ്ടി നിങ്ങൾ ചിലവഴിച്ചു കൊള്ളണം. ദെൻ ഓൾ കാൻഡിഡേറ്റ്സ് ആർ റിക്വയർഡ് ടു ആൻസർ എനി 15 ക്വസ്റ്റ്യൻസ്. 20ൽ 15 ക്വസ്റ്റ്യനാണ് അവിടെ എഴുതേണ്ടത്. നിങ്ങൾ 20ൽ 20 എഴുതിയാലും ആദ്യത്തെ 15 ആയിരിക്കും വാല്യൂ ചെയ്യുന്നതും. ഇത് മെഷീനാണ് വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 15. അപ്പോൾ നിങ്ങൾ 15 ക്വസ്റ്റ്യനെ എഴുതാൻ പറഞ്ഞിട്ടുള്ളെങ്കിൽ 15 എണ്ണം എഴുതിയാൽ മതി. നിങ്ങൾക്ക് ആ 15 ക്വസ്റ്റ്യനും ഉറപ്പുള്ള 15 എണ്ണം എഴുതുക. നെഗറ്റീവ് മാർക്ക് വെറുതെ വാരി കൂട്ടരുത്. വൈഡ് ഗസ്സിങ്ങും കാർഡടച്ച് വെടിവെക്കുന്ന പരിപാടിയൊന്നും CSIR ഫിസിക്സിന് നടക്കുന്ന കാര്യമല്ല. ഇതുവരെ ആരും കറക്കിക്കുത്തി പാസ്സായിട്ടുള്ളൊരു പരീക്ഷയുമല്ല. പാസ്സായിട്ടുള്ള എല്ലാവരും നിർബന്ധമായിട്ടത് പഠിച്ച് അതിൻ്റെ അർഹതയോടുകൂടി പാസ്സായിട്ടുള്ളവർ മാത്രമേ CSIR ഫിസിക്സിനുള്ളൂ. അല്ലാതെ കറക്കിക്കുത്തി ഈ 100 ചോദ്യവും കറക്കിക്കുത്തിയിട്ട് പാസ്സാകുക എന്ന് പറഞ്ഞാൽ അതങ്ങനെ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങൾ പെർസെൻറ്റേജ് വൈസ് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും ഒരു ചോദ്യം ശരിയാകാനുള്ള സാധ്യത എന്ന് പറയുന്നത് 25% മാത്രമാണ്, അല്ലേ? 4 ഓപ്ഷൻ. അപ്പോൾ 25% വെച്ചിട്ട് അത് അത്രയും ഗ്രോ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കറക്കിക്കുത്തി പാസ്സാകുന്നവൻ എന്താണ് ഏത് ലോട്ടറി എടുത്താലും അവൻ അടിക്കും എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ പാസ്സാകുന്ന ആൾക്കാരില്ല. അപ്പോൾ നമ്മൾ കറക്കിക്കുത്തരുത്. അറിയാവുന്ന 15 എണ്ണം, ആ 15ൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രമേ എഴുതാവൂ. നമുക്ക് കിട്ടുന്ന മാർക്കിൽ നിന്ന് നെഗറ്റീവ് മാർക്ക് ആയിട്ട് പോകാൻ നിങ്ങൾ അനുവദിക്കരുത്. അപ്പോൾ 20ൽ 15, ഒരു ചോദ്യത്തിന് 2 മാർക്ക് വെച്ച് അപ്പം 30 മാർക്കാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുക. അപ്പോൾ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 25%. മനസ്സിലാകുന്നത്? 1/2 മാർക്ക് അവിടെ നെഗറ്റീവ് മാർക്കായിട്ട് പോകും തെറ്റായ. അപ്പോൾ ദ ടോട്ടൽ മാർക്സ് അലോക്കേറ്റഡ് ടു ദിസ് സെക്ഷൻ ഷാൽ ബി 30 ഔട്ട് ഓഫ് 200. 200 മാർക്കിൽ 30 മാർക്കാണ് പാർട്ട് എക്ക്. അപ്പോൾ ഈ 30 മാർക്ക് എത്ര ക്രൂഷ്യലാണ് എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ബോർഡർ ലൈനിൽ വന്നിട്ട് ഇതിനെ ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ പോയ ആൾക്കാരോട് സംസാരിച്ചാൽ മതി. പാർട്ട് എക്ക് 1 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ JRF കിട്ടിയേനെ, അല്ലെങ്കിൽ എനിക്ക് JRF കിട്ടിയേനെ, അല്ലെങ്കിൽ ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്തേനെ എന്നൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് തന്നെ അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ പാർട്ട് എ നിങ്ങൾ വളരെ ഡീപ്പായിട്ട് തന്നെ പഠിച്ചിരിക്കണം. പാർട്ട് ബിയും പാർട്ട് സിയും, അല്ലെങ്കിൽ നമ്മൾ സബ്ജക്റ്റ് പഠിക്കുന്ന അതേ സീരിയസ്നെസ്സോടുകൂടി തന്നെ നിങ്ങൾ ഇതും പഠിച്ചിരിക്കണം. ദെൻ പാർട്ട് ബിയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പാർട്ട് ബി 25 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തരിക. അപ്പോൾ 25 ക്വസ്റ്റ്യനിൽ 25 ക്വസ്റ്റ്യനാണ് നമുക്ക് തരിക. അപ്പോൾ ഈ 25 ക്വസ്റ്റ്യനിൽ നമ്മൾ 20 ക്വസ്റ്റ്യന് നിങ്ങൾ എഴുതണം. ഒരു ക്വസ്റ്റ്യന് 3.5 മാർക്കാണ് ഉണ്ടാവുക. അപ്പോൾ ഈ 3.5 മാർക്ക് ഇൻറ്റു 20 നിങ്ങൾക്ക് 70 മാർക്കാണ് പാർട്ട് സിയിൽ നിന്നും കിട്ടേണ്ടത്. ഓക്കെ. അപ്പോൾ പാർട്ട് ബി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം നമുക്ക് സബ്ജക്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് ഈ പാർട്ട് ബിയിലാണ്. പാർട്ട് ബി എന്ന് പറയുന്നത് അതിൻ്റേതായ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പാർട്ട് ബിക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റായിട്ട് പ്രിപ്പയർ ചെയ്യുമല്ല. നമ്മൾ പാർട്ട് സിക്ക് വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും കോമ്പറ്റേറ്റീവ് ക്രാക്കിൽ പാർട്ട് സി ആണ് ഫോക്കസ് ചെയ്യുന്നത്. പാർട്ട് സി ഫോക്കസ് ചെയ്ത് നമ്മൾ പാർട്ട് സിക്ക് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ പാർട്ട് ബി ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ കൂടെ ഇങ്ങ് പോരും, ബോണസാണ്. അപ്പോൾ അത്രയും പാർട്ട് സിയെ കമ്പയർ ചെയ്യുമ്പോൾ പാർട്ട് ബിക്ക് അത്രയും ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെ വരുന്നത് നല്ല ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും പാർട്ട് സിയെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ലൈറ്റർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് ബിയിലുണ്ടാവുക. പാർട്ട് ബിയിലും നമുക്ക് നെഗറ്റീവ് മാർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലുള്ള സ്ഥലമാണ്. കാരണം പാർട്ട് എ എഴുതിയ ആവേശത്തിൽ നമ്മൾ പാർട്ട് ബിയെ സമീപിക്കും. പാർട്ട് ബിയിൽ നമ്മൾ 20 അല്ലെങ്കിൽ 25 നമ്മൾ കയറി കറക്കി കുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കുത്തിക്കഴിഞ്ഞാലത്തെ പ്രശ്നം ഇവിടെ നമുക്ക് നെഗറ്റീവ് മാർക്ക് വാരി കിട്ടാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ആവേശം കുറയ്ക്കുക, അമിതാവേശം കാണിക്കാതിരിക്കുക. പാർട്ട് ബി എന്ന് പറയുന്നത് നമ്മൾ
വളരെ സൂക്ഷിച്ച് തന്നെ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മുടെ സിലബസിലെ പാർട്ട് എ ആൻഡ് പാർട്ട് ബി എന്ന് പറഞ്ഞ് സബ്ജക്റ്റിൻ്റെ സിലബസിലെ പാർട്ട് എ ആൻഡ് പാർട്ട് ബി എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. അതിലെ പാർട്ട് എയിലെ ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് ബി ആയിട്ട് വരിക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ സമീപിക്കേണ്ട ഒരു പാർട്ടാണ് ഈ പാർട്ട് ബി എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട് ബിയും പാർട്ട് എയും ഈ രണ്ട് ഭാഗങ്ങളും നിങ്ങൾ 1 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 1.5 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കാനായിട്ട് ശ്രമിക്കുക. പാർട്ട് എ അറിയാമെന്ന് കരുതി പാർട്ട് എക്ക് 1 മണിക്കൂറും പാർട്ട് ബിക്ക് 1 മണിക്കൂറും എടുത്തു കഴിഞ്ഞാൽ പാർട്ട് സിക്ക് 1 മണിക്കൂറേ നമുക്ക് പിന്നെ ചെയ്യാനായിട്ട് കിട്ടൂ. അപ്പോൾ പാർട്ട് സി 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഒരിക്കലും ചെയ്തു തീർക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് ആദ്യമേ തന്നെ പ്രാക്ടീസ് ചെയ്തോണം. ആദ്യമേ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മുടെ എക്സാമുകൾ നിരന്തരമായിട്ട് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക. വീക്ക്ലി നിങ്ങൾക്ക് 2 എക്സാമുകൾ വീതം നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ ബുധനാഴ്ചയും ശനിയാഴ്ചയും നിങ്ങൾക്ക് തരുന്നുണ്ട്, അല്ലെങ്കിൽ ബുധനാഴ്ചയും ഞായറാഴ്ചയും നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ ടൈം മാനേജ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്തോണം. ആദ്യത്തെ 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ പാർട്ട് എയും ബിയും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പകുതി സമയം 1.5 മണിക്കൂർ നിങ്ങൾ പാർട്ട് സിക്ക് വേണ്ടി മാറ്റിവെക്കണം. കാരണം പാർട്ട് സി വളരെ നിസ്സാരമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതല്ല, അത് നമുക്ക് അനാലിസിസ് ലെവലുള്ള ക്വസ്റ്റ്യൻസാണ്. അതുകൊണ്ട് പാർട്ട് സിക്ക് കൂടുതൽ സമയം നിങ്ങൾ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാർട്ട് ബിയെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി കമ്മിങ് ടു പാർട്ട് സി. പാർട്ട് സി കണ്ടെയ്ൻസ് 30 ക്വസ്റ്റ്യൻസ്. 30 ചോദ്യങ്ങളായിരിക്കും പാർട്ട് സിയിൽ ഉണ്ടാവുക. സോ ഇവിടെ ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ടെസ്റ്റ് എ കാൻഡിഡേറ്റ്സ് നോളജ് ഓഫ് സയൻറ്റിഫിക് കോൺസെപ്റ്റ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ദി സയൻറ്റിഫിക് കോൺസെപ്റ്റ്സ്. അപ്പോൾ സാധാരണ നമ്മൾ ഫൊറിയർ സീരീസിൻ്റെ ഡെഫിനിഷനോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ഫൊറിയർ സീരീസ് കാൽക്കുലേറ്റ് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയല്ല പാർട്ട് സിയിൽ നടക്കുക. പാർട്ട് സിയിൽ നിങ്ങൾക്ക് കിട്ടിയ സയൻറ്റിഫിക് കോൺസെപ്റ്റ്സിൻ്റെ ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് സിയിൽ ഉണ്ടാവുക. അതുകൊണ്ട് പാർട്ട് സി എന്ന് പറയുന്നത് വളരെ അനലിറ്റിക്കൽ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ആൻസർ ചെയ്യുക എന്ന് പറഞ്ഞത് അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. ഇനി ദിസ് ക്വസ്റ്റ്യൻസ് ഷാൽ ബി ഓഫ് അനലിറ്റിക്കൽ നേച്ചർ വേർ എ കാൻഡിഡേറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു അപ്ലൈ the scientific knowledge to arrive at the solution to the given scientific problem. അപ്പോൾ ഇവിടെ പാർട്ട് സിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ച കുറേ പോർഷൻസ് ഉണ്ട് പാർട്ട് ബി എന്ന് പറഞ്ഞ സിലബസിൽ. അപ്പോൾ ആ പോർഷൻസിൽ നിന്നുള്ള ഇപ്പോൾ കണ്ടൻസ്ഡ് മാറ്റർ, അറ്റോമിക് ആൻഡ് മോളിക്യുലർ ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്, പിന്നെ എക്സ്പെരിമെൻ്റൽ ടെക്നിക്സ്, ന്യൂമറിക്കൽ ടെക്നിക്സ്, പിന്നെ മാത്തമാറ്റിക്കൽ ഫിസിക്സിൻ്റെ കുറച്ച് പാർട്ട്, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ കുറച്ച് പാർട്ട്, ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ കുറച്ച് പാർട്ട്, ഇതെല്ലാം കൂടെ കൂടിയായിരിക്കും നമുക്ക് പാർട്ട് സിയിൽ വരിക. വളരെ നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് സിയിൽ വരിക. അപ്പോൾ നമ്മൾ വെറുതെ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് ജസ്റ്റ് 2 സ്റ്റെപ്പ് എഴുതി ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. നമുക്ക് ചിന്തിച്ച് ആൻസർ ചെയ്യേണ്ട, നമ്മൾ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റുകളെ അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയം വേണം, പ്രോബ്ലം ചെയ്യാനുള്ള സമയം വേണം, ചെയ്ത പ്രോബ്ലം ശരിയാണോ എന്ന് ഒന്നുകൂടി അനലൈസ് ചെയ്യാനുള്ള സമയവും കൂടി വേണം. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് 1.5 മണിക്കൂർ പാർട്ട് സിക്ക് വേണ്ടി നിങ്ങൾ ചിലവഴിച്ചേ മതിയാവും മിനിമം. പാർട്ട് എയും ബിയും നിങ്ങൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റിയാൽ, അത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് പാർട്ട് എയും പാർട്ട് ബിയും ചെയ്യാൻ പറ്റിയാൽ, ബാക്കി വരുന്ന 2 മണിക്കൂർ സമയം നിങ്ങൾക്ക് പാർട്ട് സിക്ക് വേണ്ടി ചിലവഴിക്കാൻ പറ്റിയാൽ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള കേസാണ്. അപ്പം മിനിമം 1.5 മണിക്കൂറെങ്കിലും നിങ്ങൾ പാർട്ട് സിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. അപ്പം 30 ചോദ്യത്തിൽ നമ്മൾ ഇവിടെ ആൻസർ ചെയ്യേണ്ടത് 20 ചോദ്യങ്ങളാണ്. 30ൽ 20 ചോദ്യങ്ങളാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ആ 20 ചോദ്യങ്ങളും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല. ഒരു 15-ലധികം ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുകയും അത് ശരിയാവുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് JRF ഉറപ്പിക്കാം. അപ്പോൾ കാരണം ഈ 15-ലധികം ചോദ്യങ്ങൾ ഇവിടെ ശരിയാക്കുന്നയാൾ പാർട്ട് എയിലും ബിയിലും എന്തായാലും നല്ല മാർക്ക് മേടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഭാഗം വളരെ സീരിയസ് ആയിട്ട് പഠിക്കാനും പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കണം. പഠിക്കുന്ന സമയത്തെ പാർട്ട് സി ഫോക്കസ് ചെയ്ത് പഠിക്കുക. പാർട്ട് സിയിലെ ഒരു പ്രോബ്ലം ഞാൻ ഈ പഠിക്കുന്ന കോൺസെപ്റ്റ് കൊണ്ട് വന്നാൽ ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം പാർട്ട് സിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പ്രോബ്ലത്തെ എങ്ങനെ അപ്രോച്ച് ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇവിടെ ഒരു ചോദ്യത്തിന് 5 മാർക്ക്, ഇപ്പോൾ 20 × 5 100 മാർക്സ് ആയിരിക്കും നമുക്ക് പാർട്ട് സിയിൽ നിന്നും വരിക. അപ്പോൾ പാർട്ട് സി അത്രയുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ സമയം എങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ പരീക്ഷ എഴുതുന്നത് നിങ്ങൾ ആദ്യം മുതലേ തന്നെ പരീക്ഷയെ വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. അല്ലാതെ പരീക്ഷയോട് അടുക്കുന്ന സമയത്ത് കതിരെ കൊണ്ടേ വളം വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന സമയം മുതൽ പരീക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോഴേ നമുക്ക് പഠിക്കാനുള്ള ഒരു ആവേശവും പഠിക്കുന്ന കാര്യങ്ങൾക്ക് പരീക്ഷയുമായിട്ടൊന്ന് ബന്ധിപ്പിക്കാനൊക്കെ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ പരീക്ഷയെ മുന്നിൽ കണ്ട് പഠിക്കുക. ഓക്കെ,
ദെൻ നമ്മൾ എന്താണ് നമ്മുടെ CSIR ഫിസിക്സിൻ്റെ വിക്ടറി ബാച്ച് നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഡിസംബർ 2026 നമ്മുടെ എന്താണ് ഷോർട്ട് ടേം ബാച്ച് ഇപ്പോൾ അഡ്മിഷൻസ് ഓൺഗോയിങ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഡിസംബർ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റാതെ പോയവർക്ക് അല്ലെങ്കിൽ ഇനി ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവർക്ക് വേണ്ടി ജൂണിലേക്കുള്ള അഡ്മിഷൻസും നമ്മൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. ലോങ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോൾ ഓൺഗോയിങ് ആണ്. നിങ്ങൾക്ക് ആദ്യമേ തന്നെ പഠിച്ച് തുടങ്ങണമെന്നുണ്ടെങ്കിൽ വളരെ എത്രയും നേരത്തെ പഠിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ജൂൺ ബാച്ചിലേക്കുള്ള അഡ്മിഷനും ആരംഭിക്കുന്ന വിവരം ഇപ്പോഴേ അറിയിക്കുന്നു. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ഏതാണ്ട് 30% ഓഫും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഓഫറോട് കൂടി നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഡിസംബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നമ്മുടെ റിവിഷൻ ബാച്ച് നമ്മൾ ആരംഭിക്കുന്നു. അതുപോലെ തന്നെ ലോങ് ടൈം ബാച്ചിലേക്കുള്ള അഡ്മിഷൻസും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് ഇപ്പോഴേ ജൂണിലേക്കുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡിസംബറിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റാതെ പോയവർക്ക്, എഴുതാൻ പറ്റാതെ പോയവർക്ക് ജൂണിലെ പരീക്ഷ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർക്കൊക്കെ ഏറ്റവും നല്ല ചാൻസാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം പഠിക്കുക എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് ഞങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ ക്ലിയറാണ്. നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം എന്താണ് വീക്ക്ലി 2 റിവിഷൻ എക്സാമുകളും ഡെയിലി ഉള്ള ലൈവ് ക്ലാസ്സുകളും. അപ്പോൾ ലൈവ് ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 2 മണിക്കൂർ ലൈവ് ക്ലാസ്സുകൾ, എന്നും രാത്രിയിൽ 2 മണിക്കൂർ എൻ്റെ ലൈവ് ക്ലാസ്സുകളുണ്ട്. രാവിലെ നിങ്ങൾക്ക് ഗായത്രി മിസ്സിൻ്റെ ലൈവ് ക്ലാസ്സുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് 2-ലധികം മണിക്കൂറുകൾ ഉറപ്പായിട്ടും എല്ലാ ദിവസവും തന്നെ നിങ്ങൾക്ക് കിട്ടും ലൈവ് ക്ലാസ്സുകൾ. അപ്പോൾ ഈ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്ന പ്രോബ്ലത്തിൻ്റെ കോൺസെപ്റ്റുകളുടെ ഒരു റിവിഷനും ആ പ്രോബ്ലംസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ പ്രോബ്ലംസ് മാത്രമായിരിക്കും നമ്മൾ ലൈവ് ക്ലാസ്സുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനുള്ള ഒരു ഭയം അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ലൈവ് ക്ലാസ്സുകളും പിന്നെ ഡെയിലി വർക്കൗട്ട് ആക്ടിവിറ്റീസ് ഉണ്ട്, അസൈൻമെൻറ്റുകളുണ്ട്, റിവിഷൻ ടെസ്റ്റുകളുണ്ട്, ക്യുമുലേറ്റീവ് എക്സാമുകളുണ്ട്, മോഡൽ എക്സാംസ് ഉണ്ട്. അപ്പോൾ ഇത്രയും എക്സാമുകളൊക്കെ എഴുതി കഴിയുമ്പോഴത്തേക്കും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ജൂണിലെ എക്സാമിന് വേണ്ടി പോകാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വളരെ ക്ലിയറാണ്. നിങ്ങൾക്കൊരു ടൈം ടേബിൾ തന്ന് ആ ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ലൈവ് ക്ലാസ്സുകളും റിവിഷൻസും എല്ലാം പോവുക. അപ്പം ഈ ഓരോ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും ഓരോ ലൈവ് ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും നിങ്ങൾക്ക് ടൈം ടേബിളുണ്ട്. അപ്പോൾ ആ ടൈം ടേബിൾ വെച്ചിട്ട് നമ്മൾ പഠിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ടൈം ടേബിൾ, വ്യക്തമായിട്ടുള്ളൊരു സ്ട്രാറ്റജി, അങ്ങനെ നിങ്ങൾക്ക് JRFോട് കൂടി പാസ്സാകാനുള്ള എല്ലാ ടൂളുകളും കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം റെഡിയാണ്. സോ ജൂണിലേക്കുള്ള അഡ്മിഷൻസ് നിങ്ങൾ ഇപ്പോഴേ ഉറപ്പുവരുത്തുക. ദെൻ നിങ്ങളിപ്പോൾ പഠിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് പഠിച്ചത് എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഒരു മിനിമം ഇതിനു വേണ്ടി ഞാൻ CSIR ഫിസിക്സ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതിനു വേണ്ടി മാത്രം പഠിക്കുന്ന ഞാൻ വേറെ ജോലിക്കൊന്നും പോയില്ല. അപ്പം ഞാൻ എക്സ്ക്ലൂസീവ്ലി CSIR ഫിസിക്സിന് വേണ്ടി മാത്രം ഇരുന്ന് പഠിച്ചു. അപ്പം ഞാൻ ഉറപ്പ് വരുത്തിയത് തുടക്കം മുതൽ തന്നെ ഒരു 16 മണിക്കൂർ എങ്കിലും പഠിക്കുക. 16 മണിക്കൂർ തുടക്കത്തിൽ പഠിക്കുന്നു. അപ്പം 16 മണിക്കൂർ ബാക്കി 8 മണിക്കൂറുണ്ട്. 6 മണിക്കൂറെങ്കിലും ഉറക്കം, പിന്നെ 2 മണിക്കൂർ മറ്റ് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങ് പോകും. അപ്പോൾ രാവിലെ ഞാൻ പഠിക്കുകയാണ് ചെയ്യുന്നത്. രാവിലെ കോൺസെപ്റ്റുകൾ പഠിക്കുന്നു രാവിലെ എഴുന്നേറ്റാൽ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് ക്ലാസ്സുകളുണ്ടാവും. പിന്നെ എന്നാലും ആഫ്റ്റർനൂൺ വന്നിട്ട് ഞാൻ രാവിലെ പഠിച്ചതിൻ്റെ പ്രോബ്ലംസ്, ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ, ഇതെല്ലാം ഞാൻ വീണ്ടും പഠിക്കും. പിന്നെ രാത്രിയിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുകയാണ്. നേരത്തെ ആദ്യം മുതലേ പഠിച്ച കാര്യങ്ങൾ നമ്മൾ നിരന്തരമായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മൾ മറന്നുപോകും. ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും നോക്കുമ്പോൾ അതെല്ലാം മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾ വീണ്ടും ഞാൻ റിവൈസ് ചെയ്യുന്നു. അന്ന് ചെയ്ത പ്രോബ്ലംസ് ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നത് വീണ്ടും അതിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. കാരണം നമുക്ക് ഒരു കോൺസെപ്റ്റ് ഒരു തവണ കടന്നു പോകാനുള്ള സമയമേ നമുക്കുള്ളൂ. കാരണം ചുരുങ്ങിയ 6 മാസമേ നമുക്കുള്ളൂ. PGക്ക് പഠിച്ച 2 വർഷത്തെ കാര്യങ്ങൾ നമ്മൾ 6 മാസത്തിലേക്ക് ചുരുക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് ഒരു തവണ കടന്നു പോവുക എന്നുള്ളതേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ വീണ്ടും അതിലേക്ക് ഒരു വരവ് ഇല്ല. അപ്പോൾ ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല ശശിയെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഓരോ കോൺസെപ്റ്റും പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഠിച്ചതും. അപ്പോൾ നമുക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ടൈം ടേബിൾ, നിങ്ങൾ ഓൺലൈനിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഫ്ലെക്സിബിളാണ് ഷെഡ്യൂൾ. ലൈവ് ക്ലാസ്സുകൾ മാത്രമേ നിങ്ങൾക്ക് ഫിക്സഡ് ആയിട്ടുള്ളൂ. റിവിഷൻ എക്സാമുകളാണെങ്കിലും അല്ലെങ്കിൽ ഏത് എക്സാമുകളാണെങ്കിലും നിങ്ങൾക്ക് 24 മണിക്കൂർ അറ്റൻഡ് ചെയ്യാനുണ്ട്.
രാവിലെയോ രാത്രിയോ പാതിരാത്രിക്കോ വെളുപ്പാൻ കാലത്തോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ലൈവ് ക്ലാസ്സുകൾ കൃത്യം ആ സമയത്ത് നടക്കും. കാരണം അത് ഇൻട്രാക്റ്റീവ് സെഷൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ അത് 2 മണിക്കൂർ നിങ്ങൾ അതിനുവേണ്ടി മാറ്റി വെക്കേണ്ടി വരും. ബാക്കി വളരെ ഫ്ലെക്സിബിളാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. നിങ്ങളെപ്പോൾ പഠിക്കുന്നു എന്ന് ആരും അന്വേഷിക്കാൻ വരുന്നില്ല. രാത്രി ചെയ്ത് പഠിക്കുന്നുണ്ടോ പകലിരുന്ന് പഠിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ സ്ട്രാറ്റജിയെപ്പറ്റി ഞങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് ആസ് ലോങ് ആസ് നിങ്ങൾക്ക് നല്ല മാർക്കുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെപ്പറ്റി ബോധേടേ ആയിരിക്കില്ല. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈം ഷെഡ്യൂളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും ഓൺലൈൻ സ്റ്റഡീസ് ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് പഠിക്കാം. അതാണ് ഓൺലൈൻ കോച്ചിങ്ങിൻ്റെ ഏറ്റവും വലിയ മെച്ചം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഒരു ഷെഡ്യൂളാണ്. ഇപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരമെന്ന് തോന്നുന്നെങ്കിൽ ഇതിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ഷെഡ്യൂൾ നിങ്ങൾക്ക് ഡിവൈസ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമുക്ക് വേണ്ടുന്ന ചില റിസോഴ്സുകൾ. അപ്പോൾ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുന്നത് നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ച് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമൊന്നും നമുക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ളൊരു സംശയം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഇത് അങ്ങനെയല്ല, ഇത് വേറെ ഒരു രീതിയിലാണല്ലോ എന്ന് നിങ്ങൾക്കൊരു സംശയം വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് റെഫർ ചെയ്യാനായിട്ട് ഒന്നുകിൽ ഇതിൻ്റെ ഇ ബുക്കുകളോ അല്ലെങ്കിൽ ഹാർഡ് കോപ്പിയോ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. ഗ്രിഫിത്ത്, പിന്നെ സെറ്റിലി, ക്വാണ്ടം മെക്കാനിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന് പാത്രിയ, ഇലക്ട്രോമാഗ്നറ്റിക് തിയറിക്ക് ഗ്രിഫിത്ത്, അങ്ങനത്തെ ടെക്സ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. പിന്നെ മാത്തമാറ്റിക്കൽ ഫിസിക്സിനാണെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അഫ്കൻ ആൻഡ് വെബറും അങ്ങനത്തെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉള്ളത് നിങ്ങളെ പ്രിപ്പറേഷന് സഹായിക്കും. ബട്ട് പ്രശ്നം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം വായിച്ച് ടെക്സ്റ്റ് ബുക്കുകളെ വെച്ച് മാത്രം പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് 6 മാസക്കാലം കൊണ്ട് അല്ലെങ്കിൽ 3 മാസക്കാലം കൊണ്ടൊന്നും പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കേണ്ട സമയം എന്ന് പറയുന്നത് നമ്മൾ പി ജിക്ക് പഠിക്കേണ്ട സമയമായിരുന്നു. അപ്പോൾ പി ജിക്ക് പഠിക്കുന്ന സമയത്ത് നമുക്കത് സാധിക്കാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ഇപ്പോൾ വീണ്ടും കോച്ചിങ്ങിന് വരുന്നത്. അപ്പോൾ കോച്ചിങ്ങിന് വരുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളെ വെച്ച് മാത്രം പഠിക്കാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. അപ്പം ടെക്സ്റ്റ് ബുക്കുകൾ ഈസ് ജസ്റ്റ് ഫോർ റെഫറൻസ് ഓൺലി. ഓക്കെ, ദെൻ ഫോർ മേക്കിംഗ് കോൺസെപ്റ്റ് ക്ലാരിറ്റി ഓൺലി. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ലൈവ് ക്ലാസ്സുകളിലും നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകളിലും എക്സാമിനും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പല സമയങ്ങളിലായിട്ട് എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ചെയ്തു പോകുന്നതാണ്. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട, എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു സമാധാനത്തിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇരുന്ന് സോൾവ് ചെയ്യുന്നത്, ഞാനത് ചെയ്തല്ലോ എന്നൊരു തോന്നൽ മനസ്സിലുണ്ടാക്കാൻ നല്ലതാണ്. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് നിങ്ങളെ ഒത്തിരി സഹായിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ദെൻ ടെസ്റ്റ് സീരീസുകൾ. ചില സൈറ്റ് നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ മാത്രം എക്സാം എഴുതണമെന്ന് ഞാൻ പറയുന്നില്ല. ഓൺലൈൻ ടെസ്റ്റ് സീരീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കുറേ സൈറ്റുകളുണ്ട്. അപ്പോൾ എല്ലായിടത്തും കയറി ടെസ്റ്റുകൾ എഴുതുക. ആർക്ക് നഷ്ടം? ഫ്രീ ആയിട്ട് കിട്ടുന്ന ടെസ്റ്റുകൾ, അല്ലെങ്കിൽ ഒരു എക്സാമിന് വേണ്ടി മാത്രം രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ എക്സാമുകൾ എഴുതിക്കോ, ഒരു പ്രശ്നവുമില്ല. കാരണം അത് നിങ്ങളുടെ അറിവ് ടെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ്. ഓൺലൈൻ ടെസ്റ്റ് സീരീസ് എവിടെ കണ്ടാലും നിങ്ങൾ അപ്ലൈ ചെയ്തോ, എഴുതിക്കോ. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനും വേറൊരു രീതിയിലുള്ള ഒരു എക്സാമുകളെ പരിചയപ്പെടാനും നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് അതും വളരെ നല്ലൊരു സാധ്യതയാണ്. ദെൻ ക്ലാസ് നോട്ട്സ് ആൻഡ് കോൺസെപ്റ്റ് മാപ്സ്. അപ്പോൾ ക്ലാസ് നോട്ടുകൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എഴുതുന്നുണ്ടാവും. പിന്നെ ഇവിടെ നിന്ന് തരുന്ന PDF നോട്ടുകളുണ്ട്. പിന്നെ ഞാൻ പറയും എപ്പോഴും നിങ്ങൾക്ക് ഒരു ഫോർമുല ബുക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. കോൺസെപ്റ്റ് ബുക്കുകൾ ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പം പ്രധാനമായിട്ടും പഠിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഫോർമുല കണ്ടു അതെഴുതി, ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് കണ്ടു അതെഴുതി, ഒരു പ്രോബ്ലം ചെയ്യാൻ ഒരു ട്രിക്ക് കിട്ടി അതെഴുതി, അങ്ങനെ പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് ഒരു പേപ്പറിനെ സംബന്ധിച്ച് മുഴുവൻ ക്ലാരിറ്റി കിട്ടുന്ന ഒരു 4-5 പേജ് ഷോർട്ട് നോട്ടുകൾ ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എഴുതി നിങ്ങൾക്ക് അവസാന ഘട്ടം, അതായത് പരീക്ഷയുടെ തലേന്ന്, മോഡൽ എക്സാമിൻ്റെ തലേന്ന് ഒക്കെ റിവൈസ് ചെയ്യാനുള്ള ഒരു നല്ലൊരു മെത്തേഡ് പറയുന്നത് ഇങ്ങനത്തെ ബുക്കുകളാണ്. അതും ആദ്യം മുതൽ തന്നെ അപ്ഡേറ്റഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം കുറച്ച് എഴുതി, പിന്നെ അതങ്ങ് വിട്ടു, പിന്നെ 2 മാസം കഴിയുമ്പോൾ വീണ്ടും ആ പഴയ കാര്യങ്ങളെല്ലാം കൂടെ വീണ്ടും കുത്തിയിരുന്ന് എഴുതി. അങ്ങനെ നടക്കത്തില്ല. ഒരു ദിവസം പഠിച്ചാൽ അത് അപ്ഡേറ്റ് ചെയ്യുക, വീണ്ടും ഒരു ദിവസം പഠിച്ചാൽ അത് അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെ നിരന്തരം അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ബുക്ക് ഉണ്ടാകുന്നതും നല്ലതാണ്. ഓക്കെ, ദെൻ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് യു ഷുഡ് സോൾവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് റിവൈസ് റെഗുലർലി. നിരന്തരമായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നണം, അല്ലെങ്കിൽ മറന്നു പോകും.
പിന്നെ നമുക്ക് പഠിക്കാൻ സമയമില്ല. ദെൻ സ്റ്റേ കൺസിസ്റ്റൻറ്റ് വിത്ത് യുവർ ഷെഡ്യൂൾ. ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ആരംഭ ശൂരത്വത്തിൻ്റെ പേരിൽ ഞാൻ 16 മണിക്കൂർ പഠിക്കും. ആദ്യത്തെ ദിവസം കൃത്യം 16 എന്നുള്ളത് 16 മണിക്കൂർ നിങ്ങൾ പഠിക്കും. രണ്ടാമത്തെ ദിവസം ആ പഠിച്ചതിൻ്റെ ക്ഷീണത്തിൽ നിങ്ങൾ ഉറങ്ങും. മൂന്നാമത്തെ ദിവസം 16 എന്നുള്ളത് 8ആയി. നാലാമത്തെ ദിവസം 8 എന്നുള്ളത് 4ആയി. പിന്നെയും ഇല്ലെന്നായി. അങ്ങനെ പോയാൽ ശരിയാവില്ല. ആദ്യം മുതൽ തന്നെ ഒരേ ഷെഡ്യൂൾ ഒരേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറയും, സമയം കൂട്ടാൻ പറയും. അപ്പോൾ 16 എന്നുള്ളത് നിങ്ങൾ വേണമെങ്കിൽ 20 മണിക്കൂർ ആക്കുക, ഉറക്കം കുറയ്ക്കുക. അങ്ങനെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒറ്റ ഷെഡ്യൂൾ, ഒറ്റ രീതി, ആദ്യം മുതൽ അവസാനം വരെ അതിനോട് നീതി പുലർത്തുക. അല്ലാതെ ഒരു ദിവസം പഠിച്ചു, ഒരു ദിവസം ഓഫായി, വീണ്ടും ഒരു ദിവസം പഠിച്ചു, വീണ്ടും ഒരു ദിവസം ഓഫായി, ആ പരിപാടി നടക്കത്തില്ല. അങ്ങനെ പോയാൽ നമ്മുടെ പഠനം ശരിയാവുകയുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഷെഡ്യൂൾ എന്താണോ അതിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യുക. വീട്ടിലൊരു വിരുന്നുകാരൻ വന്നു, അതുകൊണ്ട് ഇന്ന് ഞാൻ ലൈവിന് പങ്കെടുക്കുന്നില്ല. നോ, അത് പോസിബിൾ അല്ല. വിരുന്നുകാരൻ ഇനിയും വരും, പക്ഷേ ആ ലൈവ് നമുക്ക് ഇനി കിട്ടത്തില്ല. ഇനി എഴുതാൻ പോകുന്ന എക്സാം ഇനി കിട്ടത്തില്ല. അതുകൊണ്ട് ആര് വന്നാലും ആര് പോയാലും നമ്മുടെ ഷെഡ്യൂൾ, നമ്മളൊരു ഷെഡ്യൂൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഷെഡ്യൂളിനോട് നമ്മൾ നീതി പുലർത്തുക, അത് ഫിക്സ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ത്യാഗത്തിനും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും, യാതൊരു തർക്കവും വേണ്ട. ദെൻ അവോയ്ഡ് ലാസ്റ്റ് മിനിറ്റ് ന്യൂ സോഴ്സസ്. അപ്പം അവസാനം നമ്മളെന്ത് ചെയ്യും, കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ നോട്ട് എടുക്കും, അത് പഠിക്കും. പിന്നെ അവസാനം വേറൊരു കോച്ചിങ് സെൻറ്ററിൻ്റെ നോട്ട് കിട്ടി, അവിടുന്ന് അത് പഠിച്ചു. വേറൊരു ഫ്രണ്ട് വേറൊരു സെൻറ്ററിൻ്റെ നോട്ട് കൊണ്ടുവന്ന് അത് പഠിച്ചു. ഇങ്ങനെ വലതും കൂട്ടി വാരി കെട്ടി പഠിച്ച് അവസാനം ഒരു അവിയൽ പരുവത്തിൽ പോയി പരീക്ഷയ്ക്ക് ഒന്നുമില്ലാതായി പോകുന്നവരെ കണ്ടിട്ടുണ്ട്. ആ പരിപാടി ഒഴിവാക്കുക. ഒരിടത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ ട്രിക്ക്, അവിടുത്തെ നോട്ട്, അവിടുത്തെ പ്രോബ്ലം സോൾവിങ് രീതി, അത് ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ നിങ്ങൾ പഠിക്കുന്നത് ഒന്ന്, പ്രോബ്ലം ചെയ്യുന്നത് വേറൊന്ന്, ട്രിക്ക് വേറൊരിടത്തെ, ഈ പരിപാടിയും കൊണ്ട് പോയാൽ നമുക്ക് അവസാനത്തെ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ഇതെല്ലാം കൂടെ കൂടി ഒരു മിക്സപ്പായി നമ്മളൊന്നും ഇല്ലാതായി പോകും. അപ്പോൾ ആ പരിപാടി ഒഴിവാക്കുക. ഒരിടത്ത് ചേർന്നിട്ടുണ്ടെങ്കിൽ അത് വിശ്വാസം ഉണ്ടായിട്ടല്ല ചേർന്നത്. അപ്പോൾ ആ രീതിയിൽ പോവുക, അതായിരിക്കും നല്ലത്. പ്രോബ്ലംസ് വേറെ എവിടുന്ന് കിട്ടുന്നു നിങ്ങളെടുത്തോ, പക്ഷേ പ്രോബ്ലം ചെയ്യുന്ന രീതി നമ്മുടെ രീതിയിലായിരിക്കണം. അതായിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതും നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ളതും. ഓക്കെ, ദെൻ ഡോണ്ട് സ്കിപ്പ് പാർട്ട് എ ക്വസ്റ്റ്യൻസ്. എല്ലാവരും ചെയ്യുന്നതാണ്. ഞാൻ ഫിസിക്സുകാരനാണ്, ഞാനതുകൊണ്ട് ഇങ്ങനത്തെ ബാങ്ക് കോച്ചിങ്ങിൻ്റെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യില്ല. അങ്ങനെയുള്ളവൻ നെറ്റ് കിട്ടത്തില്ല, അത്രേ ഉള്ളൂ. പാർട്ട് എ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. പാർട്ട് എയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യുക തന്നെ വേണം, പഠിക്കുകയും വേണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. സോ പാർട്ട് എ ആദ്യമേ തന്നെ ചെയ്ത് തീർക്കുക. പാർട്ട് എക്ക് കുറഞ്ഞത് നമ്മൾ 50% മുകളിൽ മാർക്ക് മേടിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ സൈക്കോളജിക്കൽ റെഡിനെസ്. സോ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം മുതലേ നിങ്ങൾക്ക് ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകണം. അല്ലെങ്കിൽ ഞാൻ ജനിച്ച കാലം മുതലേ എനിക്ക് തോൽവിയാണ്, ഞാൻ ഇതിനും തോൽക്കും എന്നുള്ള രീതിയിൽ പഠിച്ചാൽ കിട്ടത്തില്ല. ഒരു സംശയം വേണ്ട, എഴുതി വെച്ചു. ആദ്യം മുതലേ ഇത് കിട്ടണം, ഇത് കിട്ടിയേ ഒക്കൂ എന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക. എന്നെക്കൊണ്ട് പറ്റും, അല്ലേ, എനിക്ക് പാസ്സാകാമെന്നുണ്ടെങ്കിൽ വേറെ ആർക്കും പാസ്സാകാമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതലേ പരീക്ഷയെ വെച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇതെനിക്ക് കിട്ടണം എന്ന രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചേ വെക്കൂ. ഓക്കെ, ദെൻ ആൻഡ് ബിലീവ് ഇൻ യുവർ പ്രിപ്പറേഷൻ. നിങ്ങൾ കണ്ടോ, അവൾ പഠിക്കുന്നത് കണ്ടോ, അല്ലെ അവൻ പഠിക്കുന്നത് കണ്ടോ, അതുപോലൊന്നും എനിക്ക് പറ്റുന്നില്ലല്ലോ ഈശ്വര എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അവരവരുടെ രീതിയിൽ പഠിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പഠിക്കുക. നിങ്ങളുടെ രീതിയിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരേ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക. ദെൻ അവോയ്ഡ് ഓവർ തിങ്കിങ് ആൻഡ് ബേൺ ഔട്ട്. കൂടുതൽ കടന്ന് ചിന്തിക്കാനൊന്നും പോകണ്ട. ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അല്ലേ? ചിലർ ചിന്തിക്കുന്നുണ്ട്, അല്ലേ, ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ദൈവമേ, ഞാൻ റബ്ബർ വെട്ടാൻ പോകണോ, കന്നുകാലി വളർത്താൻ പോകണോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അതൊന്നും മോശമാണെന്നല്ല പറയുന്നത്. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കുക, വേറെ ചിന്തിക്കേണ്ട സമയമല്ല അത്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ സീരിയസ് ആയിട്ടിരുന്ന് പഠിക്കുക. വേറെ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് എന്തൊക്കെ ബാധ്യതകളുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ ഹാർഡ്ഷിപ്സ് ഉണ്ടോ, അതിനെപ്പറ്റി ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇരുന്ന് പഠിക്കുക. പഠനം കൊണ്ട് തന്നെ രക്ഷപ്പെടുന്നവരാണ് ഭൂരിപക്ഷവും. അതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാൽ അതിന് സക്സസ് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നിങ്ങൾ ഉറപ്പാക്കുക. ദെൻ ബാലൻസ് സ്റ്റഡി വിത്ത് ബ്രേക്സ് ആൻഡ് പ്രോപ്പർ സ്ലീപ്പ്. ഫസ്റ്റ് ഡേ മുതൽ ഞാൻ 24 മണിക്കൂർ ഇരുന്ന് പഠിക്കും, ഇനി ഉറക്കമില്ല. പിറ്റേ ദിവസം കണ്ണൊക്കെ തീച്ചൂള പോലെ ചോർന്നിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഉറങ്ങുക, തുടക്കത്തിൽ ആവശ്യത്തിന് ഉറങ്ങുക.
അവസാനമാകുമ്പോഴത്തേക്ക് നമ്മൾ പഠനം മൂക്കുമ്പോൾ നമുക്ക് പതിയെ ആ ഉറക്കം കുറച്ചുകൂടി വരാൻ പറ്റും. അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. നാച്ചുറലായിട്ട് സംഭവിക്കട്ടെ. അതിന് നമ്മൾ ഡെലിബറേറ്റായിട്ട് എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ രാവിലെ മുതൽ അവസാനം വരെ വേറെ ഇറങ്ങുവോളം ഇരുന്ന് പഠിക്കേണ്ട കാര്യമില്ല. പഠിക്കുക, ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് മാത്രമാകരുത്, വീണ്ടും തിരിച്ചു വന്നിരുന്ന് പഠിക്കുക. മറ്റുള്ളവരോട് പഠിക്കുകയാണെന്ന് കരുതി വേറൊരാളോട് സംസാരിക്കാത്തവർ, വീട്ടിൽ അമ്മ വിളിച്ചാൽ പോലും മിണ്ടാത്തവരൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ചെയ്യേണ്ടതേ. നിങ്ങൾ എല്ലാവരും നമുക്ക് വേണ്ടതാണ്. ഈ പഠനം കഴിഞ്ഞാലും നമുക്ക് എല്ലാവരും വേണ്ടതാണ്. അപ്പോൾ പഠിക്കുക, വീട്ടിലൊന്ന് പോയി ബാക്കിയുള്ളവരോടൊക്കെ ഒന്ന് സംസാരിക്കുക. പഠിക്കുന്നു, വീണ്ടും ഫോണിൽ കുത്തുന്നു, അങ്ങനെ ആൾക്കാരുണ്ട്. വേണ്ട, ഫോൺ മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ളവരോടൊക്കെ ഒന്ന് പോയി സംസാരിക്കുക. വീട്ടിൽ വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ അവരുടെ അടുത്തൊന്ന് പോവുക, ചെടികളുണ്ടെങ്കിൽ അവരുടെ അടുത്തൊന്ന് പോവുക, അതിൻ്റെ അടുത്തൊന്ന് പോവുക. അപ്പോൾ അങ്ങനെയൊക്കെ നടന്ന് നമ്മുടെ മനസ്സൊന്ന് റിലാക്സ്ഡായി വീണ്ടും വന്നിരുന്ന് പഠിക്കുക. അപ്പോൾ അങ്ങനെ പഠനവും ബ്രേക്കും ഉറക്കവും ഇതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം ആദ്യം മുതലേ. ഓക്കെ, ദെൻ നിങ്ങൾക്ക് സമ്മറി ചാർട്ട് ആദ്യമേ തന്നെ പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഫ്ലാഷ് കാർഡ്, ഫോർമുലാസ് അത് നിങ്ങൾ ആദ്യമേ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചോണം. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷനും മോക്ക് ടെസ്റ്റുകളും. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞ് എന്താണ്, അയൽക്കൂട്ടം പോലെ മറ്റു കാര്യങ്ങളെപ്പറ്റി രാഷ്ട്രീയവും പരദൂഷണവും മാത്രമാകരുത്. ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ടാവുക, അത് നല്ലതാണ്. പിയർ ഗ്രൂപ്പ് ഇന്ന കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതൊക്കെ പഠിക്കാൻ നല്ലതാണ്. അത് മാത്രമാകരുതെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഒന്ന് നോക്കി വെക്കുക. ദെൻ ഇത് ഓർത്ത് വെക്കുക, കൺസിസ്റ്റൻസി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഇൻറ്റൻസിറ്റി. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, അതിബുദ്ധിമാന്മാരുണ്ട്, അതിബുദ്ധിമതികളുണ്ട്. അപ്പോൾ അവരെയൊക്കെ കടത്തി വെട്ടാൻ പറ്റുന്നത് ഹാർഡ് വർക്കിന് മാത്രമാണ്. അപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾ പരീക്ഷയ്ക്കൊക്കെ കുറച്ച് പുറകിലായിരിക്കും. പക്ഷേ നിരന്തരമായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ അവസാനം നിങ്ങളായിരിക്കും വിജയിക്കുന്നത്. അതിബുദ്ധിമാന്മാരെയും അതിബുദ്ധിമതികളെയൊക്കെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. ഞാൻ അതിബുദ്ധിമാനൊന്നുമല്ല. ആദ്യം മുതലേ ഞാൻ കഠിനമായിട്ട് അധ്വാനിച്ച് തന്നെ എനിക്ക് കിട്ടിയ റിസൾട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്, നിങ്ങൾ കഷ്ടപ്പെട്ടാൽ ഫലം നിങ്ങൾക്ക് കിട്ടും. സോ യു ഫോക്കസ് ഓൺ റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റ് ഇൻ ലാസ്റ്റ് 10 days. അത് പിന്നെ പറയാം, അവസാനത്തെ ദിവസത്തെ കാര്യമാണല്ലോ. ദെൻ യുവർ എഫേർട്സ് വിൽ ഡിസൈഡ് യുവർ റിസൾട്ട്. അതാണ്. അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ്. സോ Competitive Cracker wishes you all best wishes for your CSIR journey. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കൂ. മുഹൂർത്തം കുറിക്കാനൊന്നും ആരുടെ അടുത്ത് പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോ, റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. സോ wish you all the best and we will see you with another video. Thank you.